ഇതാണോ ചെട്ടിനാട് സിമന്റ് ഫാക്ടറി? ചെട്ടിനാട് സിമന്റ് ഫാക്ടറി അല്ല, ചെട്ടിയാരുടെ പാഴ്സൽ ഡിപ്പോ. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഭയങ്കര ഭക്തനാണ് ചെട്ടിയാർ. ഭക്തിയിലെ ചെട്ടിയാര് വീഴൂ, ചെട്ടിയാര് വീണാലേ നിനക്ക് ജോലി കിട്ടൂ. ജോലിയായി. 5, 6 എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ്. നിങ്ങളെയല്ല. ഹലോ, നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. തന്നോടല്ല, ഇവനോട്. ഒന്ന് ഓർത്തു നോക്കിയേ, ഓർമ്മയുണ്ടോ ഈ മുഖം? ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി പോയതല്ലേ, എങ്ങനെ ഓർക്കാനാ? ഈ മുടന്ത് ജന്മനാ ഉള്ളതാണോ അതോ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് ആരെങ്കിലും സമ്മാനിച്ചതാണോ? അല്ല, മാനുഫാക്ചറിംഗ് ഡിഫക്റ്റാ. ഡിഫക്റ്റ് ഒക്കെ ഞാൻ ശരിയാക്കി തരാം. താൻ ഫ്രോഡ് നളിലാക്ഷൻ. ഇത് ബിസിനസ് മാഗ്നറ്റ് ഭാസ്കര പിള്ള. താൻ ഇയാളെ കുട്ടി സ്കൂളിൽ അഡ്മിഷൻ വേണ്ടി വന്നിട്ടില്ലേ? വന്നിരിക്കും. പക്ഷെ താൻ ഉദ്ദേശിക്കുന്ന കോടീശ്വരനായ ഭാസ്കർ പിള്ള എവിടെ? നക്കാപ്പിച്ച കയ്യിലില്ലാത്ത മൊണ്ടി വെങ്കയ്യൻ എവിടെ? സ്റ്റോപ്പ് ഇറ്റ്. എന്നെ പൊട്ടനാക്കേണ്ട കാര്യമില്ല കേട്ടോ. നേരത്തെ പൊട്ടനായിരുന്നോ? മതി, കോമഡിയൊക്കെ തന്നെ വീട്ടിൽ മതി. എനിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു. സത്യം പറ, ഇതിലേതാണ് തന്റെ ഒറിജിനൽ വേഷം? ബിസിനസ് മാഗ്നറ്റ് ഭാസ്കര പിള്ളയോ അതോ ഈ മൊണ്ടി പാക്കരനോ? തനിക്ക് എന്താണ് ചുമ്മാ ഇപ്പൊ വേണ്ട, ഞാനാണ് ആ ഭാസ്കര പിള്ള. അങ്ങനെ വാ. പക്ഷെ ഞാനല്ല ആ ഭാസ്കര പിള്ള. മൈ ഡൗട്ട് ഈസ് കറക്റ്റ്. ഇപ്പൊ മുടന്തൂല്ല. ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. തങ്കവരൂ, മുതലാളി ഇറുക്കാൻ മുതലാളി എന്താ ഞണ്ടാണോ? ഭാഷ தெரியாது, மன்னிச்சிடுங்க. முதலாளி கொஞ்சம் பார்க்கணும். ஐயா மெயின் ஆபீஸ்ல இருக்காங்க. ചമ്മപ്പിക്കല്ലേ അച്ഛാ, ഞാൻ 4ാം ക്ലാസ്സിലാ. ഞാൻ നടന്നോളാം. എന്നാ ഈ കൊടയിൽ ഓടക്കെട് തന്നിട്ട് അച്ഛന്റെ കൈ പിടിച്ചടന്നോ. എന്റെ അമ്മോ, 4ാം ക്ലാസ്സിൽ ഇതാ സ്ഥിതിയെങ്കിൽ 8ാം ക്ലാസ്സിൽ എന്തായിരിക്കും? അതുകൊണ്ടെന്താ, ഭാവി സുരക്ഷിതമല്ലേ ഭാസ്കരേട്ടാ? മനസ്സിലായില്ല. ഭാവിയിൽ ചുമട്ടുതൊഴിലാളിയാവാനുള്ള ട്രെയിനിങ് അല്ലേ ഇത്? അയ്യോ, കുഞ്ഞുണ്ണിയെ കുറിച്ചല്ല, ഞാനിങ്ങനെ പൊതുവെ പറഞ്ഞതാ. നീ അങ്ങനെ പൊതുവെ ഉണ്ടാക്കാൻ നിക്കണ്ട കേട്ടാ. വാ മോനെ. കുഞ്ഞുണ്ണി ഭാസ്കരൻ. ഹാജർ സാറേ. കുഞ്ഞുണ്ണി അല്ല, എന്റെ ഓരോരു മോനാ. ഭാസ്കര, ഇതൊരു സരസ്വതി ക്ഷേത്രമാണ്, അത് ഓർമ്മ വേണം. അറിയാം മാഷേ, ഇതുപോലൊരു സരസ്വതി ക്ഷേത്രത്തിൽ ഞാനും 5ാം ക്ലാസ് വരെ പോയിട്ടുണ്ട്. മാഷെ പോലുള്ള വിവരം കൂടി അവര് പഠിപ്പിച്ചോണ്ടാ ഞാനിന്നൊരു ലോറി ഡ്രൈവർ ആയത്. ആ ഗതി എന്റെ മോന് വരരുത് മാഷേ. ഓ, ഇതൊക്കെ കുറെ കേട്ടിട്ടുള്ളതാ. എന്നിട്ട് എന്തായി? ഇവിടുത്തെ മാഷുമാർക്ക് വല്ല മാറ്റുണ്ടോ? സാക്കല്ലാത്ത ഒരു വകയാ. കുറുപ്പ് മാഷ് പഠിപ്പിക്കുന്ന സംസ്കൃതം എന്റെ കുഞ്ഞെനിക്ക് ആവശ്യമില്ല. അവന് നല്ല മണി പോലത്തെ ഇംഗ്ലീഷാ വേണ്ടത്. ഇവൻ എനിക്ക് IAS ആക്കാനുള്ളതാ. സാറിന്റെ സംസ്കൃതം പഠിച്ച ഇവന് IAS ആവോ? അത് പോട്ടെ, ഇവിടെ നിന്ന് ലീവിന് പോയ ആ ഇംഗ്ലീഷ് മാഷേ, ആ പ്രഭാകരൻ മാഷ് എപ്പോ വരും? അതേ സ്കൂളിന്റെ ചരമവാർഷികത്തിലെത്തും. അല്ല പിന്നെ ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാടോ? ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണോ? കുറുപ്പാഷ വേണ്ട, സൂക്ഷിച്ച് സംസാരിക്ക്. ഭാസ്കര മഹാത്തറയാ. പ്രഭാകരൻ മാഷേ ബുക്കിന്റെ ഇടയിൽ ഗൈഡ് വെച്ച് പഠിപ്പിക്കണമെന്നാ കുഞ്ഞിനുടെ പരാതി. ഈ പരാതി തീർക്കാനും ഇവന്റെ ഇംഗ്ലീഷ് നന്നാക്കാനും കോളേജ് പ്രൊഫസറായ ജോൺസൺ സാറിന്റെ അടുത്ത് ഇവനെ പോക്കൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വിടാ. ഓ, പോക്കണല്ല, സ്പോക്കൺ. യെസ് യെസ്, കറക്റ്റ്, യു ആർ റൈറ്റ്. അതുകൊണ്ട് എന്താ, നിങ്ങളുടെ പ്രഭാകര മാഷ് പഠിപ്പിക്കുന്നതിനൊക്കെ നല്ല ഇംഗ്ലീഷ് എന്റെ കുഞ്ഞുണ്ണി സംസാരിക്കും. മോൻ പോയിരുന്ന് പഠിക്ക്. സാറേ, സംസ്കൃതം മലയാളം കൂട്ടിക്കൊഴിച്ച് മലയാളീകൃതമാക്കി തരും കേട്ടാ. മൈ ഗോഡ്, എക്സ്ക്യൂസ് മീ, വൺ ഡൗട്ട്സ്. സമ്പതി വാർത്താഹേ സുഗന്ധ പ്രവാചക പരമാനന്ദ സാഹരാഹേ, അതിന്റെ മലയാളം അർത്ഥം എന്താണ്? ഹേ, ഇത്ര പ്രായമായിട്ട് റേഡിയോ കേൾക്കണോ സുയന്ത? നോൺസെൻസ്. മോനെ കുഞ്ഞുണ്ണി, ഈ സംസ്കൃത ഭാഷ പഠിപ്പിക്കുന്നതിന് മുമ്പ് നല്ല പച്ച മലയാളത്തിൽ ഒരു പാഠം മാഷ് പഠിപ്പിച്ചു തരാം. അധികമായാൽ അമൃതും വിഷമാകും. ലേ പോയ നിന്റെ തന്തയെ പോലെ. നീ ഇംഗ്ലീഷ് തന്നെയാണോ പഠിക്കണ? അല്ല അച്ഛാ, നാളെ എനിക്ക് മലയാളം പരീക്ഷ. നീ നാളെ മലയാളം പരീക്ഷ ഇംഗ്ലീഷിൽ എഴുതിയാ മതി. അല്ല, നിനക്ക് ഇഷ്ടമാണ് നീ മലയാളം പഠിച്ചോ. ഒരു മാതൃഭാഷ പറയാനും വയ്യ, പറയാതിരിക്കാനും. വെള്ളം തീർന്നോ? കഞ്ഞെള്ളം. മോനെ മോൻ ഇംഗ്ലീഷ് പഠിച്ചൊരു സായിപ്പാവണം. അച്ഛാ, എന്താ അത്? ഇത് ഇത്തിരി ചീരകൊള്ള. അച്ഛനും ഭയങ്കര തൊണ്ടവേദന. എനിക്ക് മനസ്സിലായി. ഡീസൽ അടിച്ചാലേ വണ്ടി മുന്നോട്ട് പോകും. കൊച്ചു കള്ള, അപ്പൊ നിനക്കെല്ലാം അറിയാം.
മോന്റെ മുമ്പിൽ ഇനി അച്ഛനൊന്നും വിളിക്കണില്ല. ഈ ഒരു തെറ്റലട അച്ഛൻ ചെയ്യണുള്ളൂ. മോനിരുന്ന് പഠിക്ക്. ആ തങ്കടക്കട ജല്ലം ജല്ലം ഒരാൾ കയറിയ വണ്ടി വിടുന്ന തൊപ്പുമ്പോൾ പോകുമ്പോൾ ഇതകത്തേക്ക് പോട്ടെ. കേട്ടതല്ല ചേട്ടാ, അവൻ എന്റെ മോനായതുകൊണ്ട് പറയല്ലേട്ടോ. അവൻ മിടുക്കന. അവനെ ഞാൻ പഠിപ്പിച്ചൊരു എഴുതാനാകും. എന്താ ചിരിച്ചേ? ചിരിച്ചു പോയതാ പാക്കര. ഒരു ലോറി ഡ്രൈവറുടെ മക്കളും ഇതുവരെ IAS ആയിട്ടില്ല, അമേരിക്കയെ പോലും. എന്നാ ചരിത്രം പാക്കരൻ തിരുത്തും. മോനെ കുഞ്ഞിന് വായിക്ക. വയലിന അല്ല ഓടക്കുഴല് പാഠപുസ്തകമാണോ മനുഷ്യ? വായിക്കണ മോനെ, വായിക്ക്, നല്ലോണം വായിക്ക്. ഈ ഊട്ടി മാവനും കേക്കണം. പാക്കര, ഈ ഊട്ടി മാമ എന്നുള്ള വിളി നീയെങ്കിലും നിർത്തിപ്പിളേ. ഞാനൊരു കൂട്ടിക്കൊടുപ്പുകാരന് ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ കേട്ടോ. സ്നേഹം പിന്നെ ഇവിടെ എല്ലാ കാര്യത്തിനും സഹായിച്ച് നല്ല ചേട്ടനാണല്ലോ. ഇനി എനിക്കൊരു ജോലി കൂടി വാങ്ങിച്ചു തന്നാൽ തൃപ്തിയായി. ഇവിടെ എനിക്ക് തന്നെ കൃത്യമായിട്ട് പണിയില്ല. അപ്പോഴാ ഇന്നലെ വലിച്ചേറി വന്ന പാണ്ടി വണ്ടി ഓടിച്ചിരുന്ന നിനക്ക് പണി. നല്ല ചേട്ടാ, അങ്ങനെ പറയരുത്. ഒരു മാസത്തിൽ എനിക്ക് എത്ര ചെലവെന്ന് വെച്ചേ? കുറച്ചാലത്ത് ഈ ഫീസ് അടയ്ക്കാനുള്ള പൈസ ബാങ്കിൽ ഇടുന്ന് വെച്ചോ. എന്നാലും വാടകയ്ക്കും മറ്റ ചെലവിനൊക്കെ പൈസ ഉണ്ട്. എനിക്കൊരു ജോലി ശരിയാക്കി തന്നെ പറ്റൂ. ഈശ്വര, അന്നാ സൂയിസൈഡ് പോയിന്റും ചാടി ചത്താ മതിയായിരുന്നു. എന്നിട്ട് ക്യാൻസൽ ചെയ്തേ. ഈ നരകം അനുഭവിക്കാൻ മോൻ പഠിക്കാ. കുഞ്ഞുണ്ണി ഇതൊന്നും അറിയാൻ പാടില്ല. അവനെ ബുദ്ധിമുട്ടറിയിക്കുന്ന ശ്രീദേവി പറഞ്ഞേക്കണേ. ശ്രീദേവി നടൻ കമലഹാസന്റെ ഭാര്യ, എന്റെ വൈഫാണോ? ആണോ? അയ്യോ, സോറി, വെരി വെരി സോറി, വെരി വെരി സോറി. പള്ളിവേലായുധോ പാറിപ്പറക്കുന്ന പൊന്മയിൽ വാകന മകരി തിങ്കളോ இந்த பக்த சிரோமணி முதலாளி, இவன் தான் நான் நேத்து சொன்ன பாஸ்கர் பிள்ளை, எக்ஸ்பர்ட் டிரைவர். முருகபக்தன் அல்லவா? முருகன் அல்லாம எனக்கு முறுக்கி பிடிக்கிறதுக்கு வேற யாருமே இல்ல சாமி. உண்மை உண்மை. என்னுடைய அப்பா சுப்பு செட்டியாரும் பெரிய முருகபக்தன் தான். தற்சமயம் திருப்பதியில் இருக்கான். இவனோட அப்பா பூபதி அலோபதி வைத்தியராக்கும். பெரிய வைத்தியநாத சாமியோட பக்தர். அம்மா சிவகாமி பெரிய சிவபக்தர். രണ്ടുപേരും സന്യാസം സ്വീകരിച്ച് ഇപ്പോ യമലോകം പോത്താച്ച്. പത്തിയാ പത്തിയാ, ചേര വേണ്ടിയ ഇടത്തിലെയേ മുരുകൻ കൊണ്ടുപോയി ചേർത്താച്ച് പാര്. ഭാസ്കരൻ ഇപ്പോ പഴനിമലയിൽ ഇരുന്ന് വരുന്ന വരവാ. 1001 ശയന പ്രദർശനം വയ്ക്കാനാണ് പോയത്. 1000 തികച്ചു. മിച്ചം ഒന്ന് ഇവിടുത്തെ ശമ്പളം കിട്ടിയിട്ട് വേണം അത് തയ്ക്കാൻ. ആ ദിവസം എനിക്ക് ലീവ് തന്നേ പറ്റൂ. ഡ്രൈവിംഗിൽ 10 വർഷത്തെ പരിചയവും മോട്ടോർ മെക്കാനിസത്തിലെ എക്സ്പീരിയൻസ് ഏതും ഇങ്ങ തേവയില്ലേ. മുരുകഭക്തൻ താനേ, അതുതാൻ നമ്പർ 1 ക്വാളിഫിക്കേഷൻ. യു ആർ അപ്പോയിന്റഡ്. അലവൻസ്, ശമ്പളം, கிம்பளம், ഇലവൻസ് எல்லாமே கிடைக்கும். ஆனால் எந்த பார்சலையும் திருடக்கூடாது. திருட மாட்டேங்கிறது எனக்கு தெரியும். நீ முருகபக்தன் தானே? நாளைக்கே வந்து டியூட்டியில ஜாயின் பண்ணப்பா. முருகா, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന പയ്യന്റെ ഡാഡിക്ക് ഡ്രൈവർ പണി ചെയ്യുന്ന കാര്യം എന്താ? நில்லப்பா, நானும் ஒரு முருகபக்தன். 4 லயன் பக்தி பாடல் பாடிட்டு போயே. அதோ போராண்டி பழனியில் அருமுகம் தாண்டி அவன் என்ன செய்வேண்டி, அவன் என்ன செய்வேண்டி. ചെട്ടിയാർ അവിടെ നാടട്ടെ, നമുക്ക് ഹരഹരോ ഹരഹര. വരട്ടെ മോനെ, നിന്റെ സൗത്ത് ആഫ്രിക്കൻ ഡാഡിയോട് എന്റെ അന്വേഷണം പറഞ്ഞേരെ. സൗത്ത് ആഫ്രിക്കൻ ലുക്കുള്ള ഡാഡിക്ക് എങ്ങനെ അമേരിക്കൻ ലുക്കുള്ള ചെറുക്കനുണ്ടായി? വല്ലവരായിരിക്കും. ഞാൻ ആ കവലയിൽ കാത്തിരുന്ന് എന്റെ കാല് കഴിച്ചു. ഇന്നെന്താ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നോ? പിന്നെ എവിടെയായിരുന്നു ഇത്ര നേരം? Today I saved an uncle. Then he invited me to his house and gave me a treat. I didn't know it was so late. Okay? Okay. അല്ല എന്താ പറഞ്ഞേ? ഒരു മുടിഞ്ഞ ഇംഗ്ലീഷ്. അല്ല എന്നാലും എന്റെ കുഞ്ഞുണ്ണി എന്ത് ഇംഗ്ലീഷ് കാച്ചിയ. എടാ കുഞ്ഞുണ്ണിയെ, നീ എന്റെ മോൻ തന്നെ.
എന്താ നോക്കുന്ന? ഞാൻ അങ്കിളുടെ പേര് ചോദിക്കാൻ മറന്നു. അങ്കിളിന്റെ പേര് ആനന്ദ്. അങ്കിളിന് എന്താ ജോലി? ബിസിനസ്. എന്ത് ബിസിനസ്? ബിസിനസ് എന്ന് പറഞ്ഞാല് എല്ലാ തരം ബിസിനസ്സും. ആ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു? ബിസിനസ്. ഏയ്, ലീവ് ഇറ്റ്. അതുപോലെ ഈ സീതാമിസ് ആളെങ്ങനെയാ? ടീച്ചർ അടിപൊളിയാ, ബ്യൂട്ടിഫുൾ. നീ ആള് കൊള്ളാവലോടാ, കള്ള തിരുമാലി. കഴിക്കും.